തെങ്ങിനേക്കാളിലും പൊക്കത്തിൽ ആകാശം മുട്ട ഫ്ലെക്സ് വെക്കാൻ ആർക്കും പറ്റും. എന്നാൽ വെച്ച ഫ്ലെക്സിന് കാവലിരിക്കാൻ വേണ്ടി ആൾക്കാരുള്ള സ്ഥലം വളരെ കുറവാണ്. അങ്ങനെ കാവലിരിക്കണമെങ്കിൽ അവൻ്റെ അധ്വാനം അതിൻ്റെ പിന്നിലുണ്ടായിരിക്കണം. എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ച് പോകുമ്പോൾ കാണാം റോഡ് സൈഡിൽ കുറച്ച് പിള്ളേർ ഫ്ലെക്സിന് കാവലിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ വണ്ടിയെടുത്ത് ഇറങ്ങിയപ്പോൾ ഉറപ്പിച്ചു, പിള്ളേരവിടെ നിൽക്കുവാണെങ്കിൽ എന്താണേലും അത് ഒപ്പിയെടുത്തിരിക്കണം. മക്കളെ കയറിയിരിക്കടാ, ഞാൻ നിങ്ങളുടെ വീഡിയോ എടുക്കാൻ പോവാം. ഭയങ്കര സന്തോഷമായി, എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഞാൻ പറയും ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഫ്ലെക്സൊക്കെ വെക്കണ്ടേ. ഞാനിതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് പോയപ്പോൾ ഒരു അമ്മ ഇങ്ങനെ പറഞ്ഞു, ഇവരിതിനു വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു കേട്ടോ. ഏതോ ഒരാളുടെ പറഞ്ഞുകൊണ്ട് പിള്ളേരോട് പറഞ്ഞു, എടാ അവനെയും കൂടെ വിളിച്ചുകൊണ്ട് പോ, അവനല്ല ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടെ. ഇതൊക്കെയാണ് ഈ പറങ്കിപ്പടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. 1-2 പേര് കാണും 7ലും 8ലും പഠിക്കുന്നത്, ബാക്കിയുള്ളതെല്ലാം അതിൽ താഴെയാണ്. അവർ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അന്നാറോസിന് കയറിയിരിക്കണം അതിലേൽ. ഇരുന്നോ അന്നാറോസ് എന്ന് ഞാൻ അന്നാറോസിനെയും കൂടെ കയറ്റി അവിടെ ഇരുത്തി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. കുറച്ച് കൂടുതൽ സമയം ഞാൻ അവരുടെ ഫ്ലെക്സിൻ്റെ ഒരു ബ്യൂട്ടി ആസ്വദിച്ചെന്ന് പറയാം. ഈ കഴിഞ്ഞ കാറ്റത്തും മഴയത്തൊന്നും താഴെ വീഴാതെ അതങ്ങനെ നിൽക്കണമെങ്കിലുണ്ടല്ലോ പിള്ളേരുടെ അധ്വാനം ചെറുതൊന്നുമല്ല. വീഡിയോ എടുക്കുവാന്ന് പറഞ്ഞപ്പോഴേക്ക് ഏട്ടാ ഞാൻ അവളെയും കൂടെ പൊക്കിക്കൊണ്ട് വരട്ടെ, അല്ലേ അവളെ ഇതിനകത്ത് മിസ്സാവും. കുഞ്ഞിക്കാല ചെരുപ്പ് പോലും ഇല്ല കയ്യിൽ, കല്ലേ കൂടെ നടക്കുന്നത്. ചേച്ചി കയ്യെ പിടിച്ചുകൊണ്ടാവാം ഒരു മടിയില്ലാതെ അങ്ങ് നടക്കുവാണ്. അക്കൂട്ടത്തിൽ അവർ അന്നാറോസിനെ മുറുക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പുറകെ കാണുന്ന ആ കുഞ്ഞ് ഷെഡിലാണ് ഈ പിള്ളേർ കളിക്കാനും ചിരിക്കാനും ഒക്കെ ആയിട്ട് ഒന്നിച്ച് കൂടിയേക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിലെ വയലായി എന്ന് പറഞ്ഞ ചെറിയൊരു സ്ഥലമാണ്. ചെറുപുഴയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നവർക്ക് കാണാം, എപ്പോഴും കാണാം കുറച്ച് കുഞ്ഞു പിള്ളേർ അവിടെ കളിക്കുന്നത്. ഇന്ന് രാവിലെ അവിടെ ചെന്നപ്പോൾ മെസ്സിയേയും കണ്ടു. ഇന്നലെ അത് കണ്ടില്ലായിരുന്നേ. അതിൻ്റെ അകത്ത് എഴുതി വെച്ചേക്കുന്നത് സത്യമാണ്, കളി ഞങ്ങളോട് വേണ്ട. ഇങ്ങനെ മക്കൾക്കൊന്നിച്ച് വരാൻ വേണ്ടി ഇടം കൊടുത്ത മാതാപിതാക്കളും അവർക്കൊന്നിച്ച് വരാൻ വേണ്ടി ഇടം കൊടുത്ത സ്ഥല ഉടമയും നാടിൻ്റെ നന്മയൊക്കെ വിളിച്ചു പോകുന്ന തരത്തിലുള്ള ഇത്ര സൗഹൃദം നമുക്ക് കാണിച്ചു തരുന്ന മക്കളും. ഞാൻ പറയും ഇതൊക്കെയാണ് വൈറലാകേണ്ട ഫ്ലെക്സുകൾ. ബോർഡിൻ്റെ വലിപ്പം കൂട്ടി രാജ്യസ്നേഹം തെളിയിക്കാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്താണ് 5 രൂപ മുടക്കില്ലാതെ സൗഹൃദവും ക്രിയേറ്റിവിറ്റിയും കൊണ്ട് കുറച്ച് ആൾക്കാരങ്ങ് വ്യത്യസ്തരായി മാറുന്നത്. ഇവരുടെ ചെയ്തികളൊക്കെ നോക്കിക്കൊണ്ട് തൊട്ട് മുകളിൽ 2 അമ്മമാർ നിൽപ്പുണ്ടായിരുന്നു. ടാറ്റ പറഞ്ഞുകൊണ്ട് അവർ നടന്നകലുമ്പോൾ ഉണ്ടല്ലോ, അറിയാതെ മനസ്സ് പറഞ്ഞു ഈ പറങ്കിപ്പട തന്നെ കപ്പ് തൂക്കി. ചുമലയിൽ മഞ്ഞയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു താവളം ടീം. അതെ, ആര് പോയാലും കാണാം 1-2 പേർ അവിടെ നിന്ന് കൈവീശി കാണിക്കുന്നത്. മുന്നോട്ട് വണ്ടി ഓടിച്ച് പോകുമ്പം കണ്ടു പോർച്ചുഗൽ 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 ഫ്ലെക്സ്, കൊടികൾ. എൻ്റെ കാഴ്ചപ്പാടിൻ്റെ ആണോ എന്നറിയത്തില്ല, എന്തോ അവരുടെ ഒപ്പം വേറൊന്നും വന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. മക്കളെ ചെയ്തു വെച്ചത് വലിയ കാര്യം. ദൈവം അനുഗ്രഹിക്കട്ടെ.